ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മൂന്നാർ സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമ്മൾ കൊളുക്കുമല ട്രെക്കിങ്ങിന് പോവുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ സൂര്യനെല്ലി ടൗണാണ് ഈ കാണുന്നത്. സൂര്യനെല്ലി ടൗണാണിത്. ഇവിടുന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ റൈറ്റുകൾ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളടുത്ത് ഒരു ഡ്രൈവർ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ ഇതാണ് ഡ്രൈവർ. പുള്ളിയോട് ചോദിച്ചു നോക്കാം എല്ലാ കാര്യങ്ങളും. ആണോ, എങ്ങനെയാ കൊളുക്കുമല ട്രെക്കിങ് എങ്ങനെയാണ്? ഓഫ് റോഡാണ്. ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ട്. 16 കിലോമീറ്റർ. അതെ, കേരള തമിഴ്നാട് വ്യൂ പോയിന്റ് ആണ്. നമ്മൾ അവിടെ പോയിട്ട് ജാക്വാർ മൗണ്ട് ഉണ്ട്, മറ്റേ ആൻമേരിയ കളിപ്പിലാണ് സിനിമ ഷൂട്ട് ചെയ്ത പോയിന്റ്. അതൊക്കെ പോയി ഉള്ളിൽ ഒരു ടീ ക്യാൻറ്റീൻ ഉണ്ട്, ഓൾഡ് ടീ ഫാക്ടറി ഉണ്ട്. ഇതൊക്കെ കണ്ടാണ് തന്നെ തിരിച്ചു പോകുന്നത്. ജീപ്പ് ചാർജ് എങ്ങനെയാണ് വരുന്നത്? 3000 രൂപ മേടിക്കും. അത് ഫിക്സഡ് ആണ്, അത് ഗവൺമെന്റിന്റെ ചാർജ് ആണ്. അവിടെ 2400 വണ്ടിക്കും 600 എൻട്രൻസ് ഫീസും. നമുക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൊളുക്കുമല ജീപ്പ് സഫാരീൻ്റെ എൻട്രൻസ് ഉള്ള സ്ഥലം. നമുക്കിവിടെ എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. 3000 രൂപയാണ് മൊത്തത്തിൽ ഇരുന്നത്. ഫിക്സഡ് റേറ്റ് ആണ്. 2400 രൂപ ജീപ്പിൻ്റെ, പിന്നെ 600 രൂപ നമ്മുടെ എൻട്രൻസ് ഫീസ്. ഇതാണ് ഇവിടുത്തെ സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കൊളുക്കുമലയിലേക്ക് പോകാനുള്ള ജീപ്പാണിത്. ഇതാണ്ടില്ലേ, ഇതാണ് നമ്മളെ ജീപ്പ് കമാൻഡറാണ്. ഇതാണ് നമ്മളെ ഡ്രൈവർ. പോയി നോക്കാം. കട്ട ഓഫ് റോഡാണ്. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലെ അവസ്ഥ. ഫുള്ള് മുകളിലെത്തുമ്പോഴത്തേനും നമ്മൾ ജ്യൂസ് അടിച്ച പരിവാവുകയാണ്. നല്ല വഴിക്കൂടെ മാത്രം പോയാൽ പോരല്ലോ, ഇടയ്ക്ക് ഓഫ് റോഡൊക്കെ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഒരുപാട് ഓഫ് റോഡ് ട്രെക്കിങ് ചെയ്ത് നമ്മൾ കൊളുക്കുമല വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ കാണുന്ന ഒരു വ്യൂ പോയിൻറ്റ്. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡ്. അപ്പോൾ അപ്പുറ ഭാഗത്ത് ചെറിയൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. നമ്മളൊപ്പം വന്ന ആൾക്കാരാണ്. ഒരുപാട് ജീപ്പുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അപ്പുറം വ്യൂ പോയിൻറ്റിലാണ് തോന്നുന്നത്. നമുക്കൊന്നും വ്യൂ പോയിൻ്റ് പോയി നോക്കാം. ഓക്കെ, ഇതാണ് വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴി. വ്യൂ പോയിൻറ്റിൻ്റെ ചായയൊക്കെ കുടിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ആൾക്കാരൊന്നുമില്ല, പുതുതായിട്ട് ഉണ്ടാക്കിയതാണോ എന്താണെന്നറിയില്ല. കുട്ടികളെ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴിയാണ്. മറ്റൊരു വ്യൂ പോയിൻ്റ്, ഒരു 3-4 സൈഡായിട്ടാട്ടോ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ഉള്ളത്. കണ്ടില്ലേ, ആ താഴെ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്താട്ടോ, തമിഴ്നാട്ടിലുള്ളത്. ഇത് തേനി ജില്ലയാണ്. കണ്ടില്ലേ, തമിഴ്നാടാണ്. നല്ല കയറ്റം തന്നെയാണ്. സ്റ്റെപ്പാണ്, മരത്തടിയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇട്ടുള്ളത്. കണ്ടില്ലേ, താഴെ നമ്മളെ കേരള ഭാഗത്തൊക്കെ തേയിലത്തോട്ടമാണല്ലോ, ആ ഭാഗത്തൊക്കെ നല്ല കോടയാണെങ്കിലും തമിഴ്നാട് നമ്മുടെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് കയറിയപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്.
ഇത് ഫോറസ്റ്റാണ്, താഴെയുള്ളതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതാ മറ്റൊരു വ്യൂ പോയിന്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൊളുക്കുമല മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ചെറിയ ടവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഫോണിൻ്റെ ആണോ വയർലെസ് സെറ്റിങ്സിൻ്റെ ആണോ എന്നറിയില്ല. ഇതാണ് മെയിൻ കൊളുക്കുമല വ്യൂ പോയിന്റ്. ഡിഗ്രി വ്യൂ ആകട്ടോ. അതിമനോഹരമായ രീതിയിലുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. കൊളുക്കുമല നമ്മൾ താഴെ 2500 രൂപ ജീപ്പ് കൂലി, അതുപോലെ തന്നെ 600 രൂപ ഫീസ് എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള എമൗണ്ടാണെന്ന് പറയും. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോഴല്ലേ അറിയുന്നത്, നല്ല ഫുൾ ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു കൂടുതലായിട്ടുള്ള ഒരു സംഖ്യ അല്ല. ഓക്കെ, ഇതൊക്കെയാണ് കൊളുക്കുമല വ്യൂ പോയിൻ്റ് കാഴ്ചകൾ. നമ്മൾ കൊളുക്കുമല വ്യൂ പോയിന്റിൽ നിന്ന് ടൈഗർ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ട് പരിചയമുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അത് ടൈഗറിൻ്റെ റോക്കിൽ ഒരു ടൈഗറിൻ്റെ മുഖത്തിനോട് സാമ്യമുള്ളൊരു റോക്കാണുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ച. ടൈഗർ റോക്കിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. അത് ആ കാണുന്നതാണ് കമ്പം, തേനി അങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ. തമിഴ്നാട് ആണ് ആ കാണുന്നത്. ഇതാണ് നമ്മുടെ ടൈഗർ റോക്കിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നല്ല കോടയാണ്. ഈ സൈഡിൽ നിന്ന് കോട ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇതുണ്ടല്ലേ, കുറച്ച് ഫ്രണ്ട്സ് പോയി വരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട്? അവിടെ സൂപ്പറാണോ? ആണല്ലേ. യൂട്യൂബ് നാച്ചുറൽ ലൈഫ് ഫോറിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഏകദേശം ഒരു 500 മീറ്ററോളം നടന്ന് നമ്മളിതാ ടൈഗർ റോക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മൾ ടൈഗർ റോക്ക്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയൊരു കാണാനൊരു ഭംഗിയൊന്നുമില്ല. ഇതാണ് ടൈഗർ റോക്ക് എന്ന് പറഞ്ഞ സാധനം. ഇത് കാണാനാണ് നമ്മൾ ഏകദേശം 500 മീറ്ററോളം നടന്നു വന്നത്. ഓക്കെ, അപ്പോൾ ടൈഗർ റോക്കിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൊളുക്കുമല ട്രെക്കിങ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ട്രെക്കിങ് തന്നെ വളരെയധികം ഓഫ് റോഡിങ് ആയിരുന്നു. എന്നാലും ഒരിക്കലും നഷ്ടമല്ല. മൂന്നാർ വന്നിട്ട് നമ്മൾ കൊളുക്കുമല കയറി പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടമാണ്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോയത്. ചേട്ടാ, അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഒന്ന് പറയാം. 9349751913. ഇവിടെ എൻ്റെ പേര് മുരുകേശന. ഞാൻ കൊളുക്കുമല ഓടിക്കുന്ന ജീപ്പ് ഡ്രൈവറാണ്. ഇതിലേക്ക് വിളിച്ചാൽ മതി. ശരി. പിന്നെ ഞങ്ങൾക്ക് വന്നപ്പോൾ 3000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കൂടുതലാണെന്ന് തോന്നിയിരുന്നു. കയറിയപ്പോൾ മനസ്സിലായി ഒരിക്കലും കൂടുതലല്ല. ഞങ്ങൾക്ക് ലാഭം, നിങ്ങൾക്ക് നഷ്ടമാണ്. എന്താ സ്ഥിതി? വണ്ടിക്ക് പണിയൊക്കെ ഉണ്ടോ? വണ്ടി ന്യായമായിട്ടുള്ള മെയിൻ്റെനൻസ് ഉണ്ടല്ലേ? അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം. ശരി, താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.